ഹലോ ഗായ്സ്, അപ്പോൾ ഇതാ നമ്മളെ കല്യാണം പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിയില്ലേ, ഓരോ ദിവസം പറഞ്ഞ്. അപ്പോൾ ഇന്ന് കല്യാണ തലേന്നാണ്. അപ്പം അതിൻ്റെ ഒരു കുട്ടി വ്ളോഗായിട്ടാണ് ഇന്ന് വന്നത്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് എനിക്കൊന്ന് അവിടെ പോകേണ്ടിയിരുന്നു. ഒരു 3-4 കൈയും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാണ്ടിരുന്നു. മെഹന്തി നൈറ്റിൻ്റെ അന്ന് നമ്മൾ ലേറ്റായിട്ടാണ് മെഹന്തി ഇടാൻ സ്റ്റാർട്ട് ചെയ്തത്. അതിപ്പം ബ്രൈഡിനായിക്കോട്ടെ ബാക്കിയുള്ളവർക്കായിക്കോട്ടെ ലേറ്റായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 5:30 ആ ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനെ കൊണ്ട് ഇപ്പോൾ പൊടിമക്കളെ കൈകളൊക്കെ ഫസ്റ്റ് ഞങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്ത് ഓരോ പാട്ടിന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരത് നോക്കിയാൽ മതിയല്ലോ. അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ കൈകളൊക്കെ ലേറ്റായി ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ നൈറ്റിലാണെങ്കിൽ എല്ലാവർക്കും പോകാനുള്ള ടൈം ആയപ്പം എല്ലാവരും പോവുകയും ചെയ്തു. അപ്പം 3-4 കൈകളും കൂടി ബാക്കിയുണ്ടായിരുന്നു. അത് ഞാൻ രാവിലെ പോയി കണ്ട് അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തു. അതൊക്കെ ക്ലിയർ ചെയ്ത് സെറ്റാക്കിയതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ബ്രൈഡിന് മാറ്റിക്കാൻ വരുന്നതിൻ്റെ മുന്നേ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാണ്ടായിരുന്നു. അതൊക്കെ സെറ്റ് ചെയ്ത് ആ ടൈം ആയപ്പോൾ തന്നെ ബ്യൂട്ടീഷ്യനും എത്തി. അപ്പോൾ ബ്യൂട്ടീഷ്യൻ്റെ ഓരോ സെറ്റാക്കലും ഞാൻ കുറച്ചൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ പെട്ടെന്ന് വീട്ടിലേക്ക് വന്നു. ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഇറങ്ങിയതാണ്. അതിനെ കൊണ്ട് അതായത് ആ ഗ്യാപ്പിൽ ഞാൻ പെട്ടെന്ന് പോയി എനിക്കൊരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ഷൂട്ട് ചെയ്തു. അങ്ങനത്തെ പണികളൊക്കെ തീർന്നതിന് ശേഷം പിന്നെ ഉപ്പൻ്റെ കൂടെ തന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. എൻ്റെ വീടും കസിൻ്റെ വീടും എന്ന് വെച്ചാൽ മൂത്താപ്പൻ്റെ വീടും തൊട്ടടുത്ത് തന്നെ, കുറച്ച് പോകാനുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ പോകും, രാവിലെ പോകും, രാത്രിയാകുമ്പോൾ വരും, അതേമാതിരി മാറ്റാൻ പോകും, തിരിച്ചു വരും. അങ്ങനെയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിക്കലാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ബ്രൈഡ് ഏകദേശം സെറ്റായിട്ടുണ്ട്. മേക്കപ്പ് കാര്യങ്ങളിങ്ങനെ നടന്നുകൊണ്ടൊക്കെയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാറ്റാൻ തുടങ്ങി. എന്തൊക്കെ ഞാൻ പറയുന്നത്, ഫോട്ടോഷൂട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബ്യൂട്ടീഷ്യന്മാരെന്തായാലും ഒരു പേജിൽ ഫോട്ടോ ഇടാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഇവിടെ വന്നപ്പോൾ എൻ്റെ വ്ളോഗ് അവിടെ ഒരാൾ കണ്ടുകൊണ്ടിരുന്നു. എൻ്റെ വ്ളോഗ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഓളെടുത്തിരുന്ന് കണ്ട് അങ്ങനെ ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഫോട്ടോഗ്രാഫേഴ്സ് വരുന്നതിൻ്റെ മുന്നേ നമ്മൾ റീൽസ് എടുക്കൽ, നമ്മളതായിട്ടുള്ള ഫോണിലെടുക്കുന്ന ഫോട്ടോസൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ തീർത്തതിന് ശേഷം പിന്നെ ഒരു കൈ ബാക്കിൻ്റെയായിരുന്നു. അതും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴാണ് പിന്നെ അവിടെ ഗസ്റ്റേഴ്സ് ഇങ്ങനെ വരുമ്പോൾ ഓർക്കും ഇങ്ങനെ നമ്മൾ മെഹന്തി ഇടുമ്പോൾ കാണുമ്പോൾ ഓർക്ക് ഇട്ടെടുക്കേണ്ടിയിരുന്നു. അങ്ങനെ അതേമാതിരി 2-3-4 കൈകൾ കൂടി ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. പ്രത്യേകിച്ച് വേറെ പണികളൊന്നും ഇല്ലല്ലോ. പിന്നെ ഉമ്മ വന്നിരുന്നു, കസിൻസ് വന്നിരുന്നു. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വരലും പോലും ഫുഡ് കഴിക്കലും അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ആയി ബിസി. പിന്നെ ഭയങ്കര ടയേർഡാവും, കാരണം നല്ല ചൂടാണ്. രാത്രിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ചൂടാണ് പുറത്ത്. അപ്പം അവിടെ പുറത്ത് ഒരു റൂമിൽ, ഓഫീസ് റൂമിൽ AC ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ ഇരുന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാനിങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ ഒരാൾ ഉമ്മനൊക്കെ വീട്ടിലാക്കിയിട്ട് ഇങ്ങനെ തിരിച്ച് വരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫാമിലി ഫോട്ടോ സെക്ഷന് കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഓരോ പരിപാടികളാണ്. അപ്പം ഇതിൻ്റെ കസിൻ്റെ എന്തൊക്കെയൊക്കെയാണ് ഞാൻ പറയുന്നത്, കസിൻ്റെ ഹസ്ബൻഡും പിന്നെ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കൂടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ആണല്ലോ നമ്മളെ മെയിൻ പരിപാടികൾ. അപ്പോൾ എല്ലാവർക്കും വ്ളോഗിൽ വരണം. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ട് എടുക്കുക. പിന്നെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വന്നിരുന്നു, ഡ്രസ്സൊക്കെ കൊണ്ടുവന്നു. പിന്നെ അത് വാങ്ങലും വന്ന് വെള്ളം കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നേരം അങ്ങനെ ബിസി. അങ്ങനെ പിന്നെ എല്ലാവരും ഒന്ന് പോയി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ നമ്മൾ കലാപരിപാടികൾ ആരംഭിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് ആരും പ്രിപ്പയർ ചെയ്തിട്ടോ അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ മക്കൾ കളിക്കണം എന്ന് പറഞ്ഞപ്പം മക്കൾ കളിക്കാൻ വേണ്ടി അവർക്ക് പാട്ടൊക്കെ ഇട്ട് വെച്ചെടുത്ത്. പിന്നെ അതിൻ്റെ ശേഷമാണ് ഇത് വന്നത്. അമ്മക്ക് പാട്ടിട്ട് നമുക്ക് വെറുതെ ഹരാക്കാമല്ലോ. അങ്ങനെ ഒപ്പന കളിക്കലും ഡാൻസ് കളിക്കലും അതൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കൊന്നും ഇല്ലായിരുന്നു, വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇന്ന് കളിക്കലെന്നൊക്കെ. ഈ വീഡിയോസ് കണ്ടിട്ട് ആർക്കെങ്കിലും ഗസ് ഉണ്ടോ ഏതായിരുന്നു പാട്ട് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻ്റായിട്ട് അറിയിക്കണം. ആർക്കായി പാട്ടിൻ്റെ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് നോക്കാമല്ലോ. അപ്പോൾ പിന്നെ
ഓരോ സെക്ഷൻ കഴിയുന്നതിനനുസരിച്ച് അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വരും, അങ്ങനെ ഫോട്ടോസ് എടുക്കും. അതൊക്കെയായിരുന്നു പരിപാടി. അങ്ങോട്ടും ഇങ്ങോട്ടും റീൽസ് എടുക്കലും വീഡിയോസ് എടുക്കലും അതൊക്കെ തന്നെയാണ് കുറേ നേരത്തെ പരിപാടി. പിന്നെ എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ തന്നെ ഒരു 12:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നാളെ രാവിലെ തന്നെ നിക്കാഹ് ആയതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ട്. കാരണം എല്ലാവരും തലയും പോകുന്നുണ്ടേ. 3-4 ദിവസമായാലും ഇങ്ങനെ പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ലേറ്റ് ആയിട്ടല്ലേ എല്ലാവരും കിടക്കൽ. അപ്പോൾ 12:30 ആ ഒരു ടൈം ആകുമ്പോൾ തന്നെ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളും ആ ഒരു ടൈം ആകുമ്പോൾ തന്നെ വീട്ടിലേക്ക് വന്നിരുന്നു. അപ്പം ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ കല്യാണ തലേന്നത്തെ വിശേഷങ്ങളൊക്കെ. ഇങ്ങനെയൊക്കെയാണോ നിങ്ങളവിടെ കല്യാണങ്ങൾ പരിപാടികൾ? ഓരോ ഭാഗത്തും ഓരോ രീതികളല്ലേ. എൻ്റെ കല്യാണം ഇങ്ങനെ ഒന്നല്ലേന്ന്, ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു. അതിൻ്റെ ഡാൻസ് വീഡിയോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ ഞാൻ വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാരണം അത് കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണമാണ് ഈ പാട്ട് കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാത്തത്. ലൈവിൽ ഞാൻ കാണിച്ചിരുന്നു എൻ്റെ കല്യാണത്തിൻ്റെ ഡാൻസും ഒപ്പനയൊക്കെ കാണിച്ചിരുന്നു. അപ്പം അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഷോർട്സ് ആക്കി അപ്ലോഡ് ചെയ്യാം, അത് പിന്നെയും കുഴപ്പമില്ല. അപ്പം അതൊക്കെയായിരുന്നു നമ്മളെ കല്യാണ വിശേഷങ്ങൾ, ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും നല്ല നല്ല വീഡിയോസും വ്ളോഗ്സൊക്കെ ആയിട്ട് കാണാം. അപ്പം വെഡ്ഡിങ് വ്ളോഗ് ഇൻഷാല്ലാ 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ബിസി ആയിപ്പോയി. ഇനിയിപ്പം കല്യാണം കഴിഞ്ഞു, വേറൊരു നിക്കാഹുണ്ട്, ഷാനിൽക്കാക്കൻ്റെ കസിൻ്റെ നിക്കാഹുണ്ട്. ഇനിയിപ്പം അതിൻ്റെ ബിസിയാണ് ഇനി കുറച്ച് ദിവസത്തേക്ക്. അപ്പം എന്തായാലും പുതിയ വീഡിയോസായിട്ട് കാണുന്നത് വരെ ഓക്കെ, ബൈ.